ഹലോ ഗൈസ്, വെൽക്കം ടു മൈ സ്പേസ്. വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് എന്ന് പറയണമെങ്കിൽ ഒന്നും കൂടെ ശരി. ബിക്കോസ് ഞാനിവിടെ കുറച്ച് കാലമായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. കുറച്ച് കാലം പറഞ്ഞാൽ ഒരു 4 month ആയിട്ട് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് വീഡിയോസ് ഇട്ടു, പിന്നെ ഞാൻ എവിടെയോ പോയി. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മാസത്തെ എൻ്റെ ജീവിതത്തിലെ സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ ഒരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ടുഡേ ഇന്ന് മെയ് 3 കഴിഞ്ഞ ഏപ്രിൽ 9 ഞാൻ ഭയങ്കര ബോൾഡ് ഡിസിഷൻ എടുത്തു. അപ്പോൾ അത് ഭയങ്കര ബോൾഡായിരുന്നു. ഇപ്പോഴും എനിക്കറിയില്ല അത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. ആരും ചോദിക്കാണ്ട് എനിക്ക് തോന്നി എൻ്റെ മെൻ്റൽ പീസിന് അപ്പം അതാണ് നല്ലത്. തോന്നി രാവിലെ തീരുമാനിച്ച് പോയതാണ്. കുറച്ചായിട്ട് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തീരുമാനിച്ച് പോയതാണ്. അപ്പോൾ ആരോടും ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ട് പേപ്പർ ഇട്ടു. പ്രോസസ്സൊക്കെ കഴിഞ്ഞു. എന്നോട് പറഞ്ഞു അന്ന് തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ എന്നോട് നോട്ടീസ് പീരീഡ് ഒന്നും സെർവ് ചെയ്യണ്ട. ഞാൻ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4 months ആയിട്ടുള്ളൂ. 6 month ആണ് പ്രൊബേഷൻ. ഞാൻ ഓക്കെ റീസൺ ചോദിച്ചു, പേഴ്സണൽ പറഞ്ഞു, ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ മൈൻഡിങ് ഫ്ലിപ്പായി. പിന്നെ വേറെ ഓഫർ വരില്ലേ പേടിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായി ഒന്നും ചെയ്യാണ്ടിരുന്ന് വന്ന ഒരു ഓഫറും കൂടെ പോയി. ഇപ്പോഴും വേറെ ഓഫർ വരുമോ വരില്ലേ, എൻ്റെ കരിയർ ഗ്യാപ്പ് വരുമോ, വന്നാൽ എന്താവും, 4 മാസം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പോഴും ഇരിക്കണം. പക്ഷെ ഇവിടെ ഞാൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അത് റിസൈൻ ചെയ്തെന്നുള്ളതിനേക്കാൾ ഒരു ബോൾഡ് ഡിസിഷൻ എനിക്ക് തോന്നുന്നു. ഓപ്പൺ ആയിട്ട് പറയാണ്, ലെറ്റിംഗ് എവ്രി വൺ നോ ദാറ്റ് എനിക്കിപ്പോൾ ജോലിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇത് ആലോചിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര നാണക്കേട് പോലെ ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇനി എന്നോട് ആരെങ്കിലും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആൻസർ, കുറേ ജോലി തപ്പുന്ന ആളുകളുടെ ഇടയിൽ ഒരാളായിട്ട് ഞാൻ പിന്നെയും മാറിയിട്ടുണ്ട്. ബട്ട് വിത്ത് 1 year ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിവിടെ എൻ്റെ ജോലി പോകുന്നതൊന്നും ഈ ലോകത്ത് വലിയ പ്രശ്നമല്ല, നിങ്ങളുടെ ലൈഫിലെ വലിയ കാര്യമല്ല. ബട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു ഒരു മാസം. അത് റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വില്ലനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മറ്റാരുമല്ല, കോർട്ടിസോളാണ്. എനിക്ക് കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഹൈ ആണ്. അതുകൊണ്ട് ഹൈ ആൻസൈറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ കാരണമാണ് ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത്. ഒരു റോങ് ഡിസിഷൻ. അതിൻ്റെ മെയിലിൽ പിന്നെയും കുറേ റോങ് ഡിസിഷൻസ് എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് ഇവിടെ ഈ ഒരു സ്പേസ് എനിക്ക് ഇത് കീപ്പ് ചെയ്യണമെന്നുണ്ട്. മേ ബി നമ്മൾ പറയുമല്ലോ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നുള്ളത്. ഒരു പക്ഷേ വേറെ എന്തെങ്കിലും നല്ലതിനായിരിക്കാം. ആൻഡ് ഈ അടുത്ത് കുറച്ച് മുന്നേ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഇൻ ടേംസ് ഓഫ് കോൺട്രവേഴ്സ്യൽ ആയിട്ട് വൈറലായിരുന്നു. അത് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന വെറുതെ പണിയൊന്നുമില്ലാത്തവർക്ക് വരുന്നതാണെന്നൊക്കെ. പക്ഷെ ഉള്ള പണി പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ആങ്സൈറ്റി ഈസ് റിയൽ, കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഈസ് റിയൽ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈക്ക് വിൽ ഓൾസോ ഹാവ് എ ഡേ. നമുക്കൊരു ദിവസം വരും. ലെറ്റ് us hope for that. ആൻഡ് ഈ ഒരു വീഡിയോയിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് മൈ ഫാമിലി സപ്പോർട്ടിങ് എ ലോട്ട്. ഐ വോണ്ട് ടു താങ്ക് ദം. ഐ വോണ്ട് ടു താങ്ക് എവ്രി വൺ സപ്പോർട്ടിങ് മീ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷെ എനിക്ക് ഇനി ഫ്രീ ആയിട്ടൊന്ന് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. എനിവേ ബൈ, താങ്ക് യു.